ചേർത്തലയിൽ പള്ളിപ്പുറത്തുള്ള ഒരു പുരാതന ക്ഷേത്രമാണ് തിരുവൈരാണിക്കുളം കളത്തിൽ ക്ഷേത്രം. പള്ളിപ്പുറം തൈക്കാട്ടുശ്ശേരി സംസ്ഥാന പാതയിലൂടെ സഞ്ചരിച്ചാൽ ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന തിരുവൈരാണിക്കുളം കളത്തിൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ കഴിയും. ക്ഷേത്രത്തിൽ ഇപ്പോൾ ബ്രഹ്മാണ്ഡ മഹാപുരാണ വിചിന്തന സത്രം നടക്കുകയാണ്. 10 ദിവസം നീണ്ടുനിന്ന മഹാസത്രം ഈ ശിവരാത്രി നാളിൽ സമാപിച്ചു. പഞ്ചാക്ഷരലക്ഷം, ദശസഹസ്ര ഗായത്രി, സമൂഹലക്ഷം മൃത്യുഞ്ജയം, ബ്രഹ്മാണ്ഡ മഹാപുരാണ വിചിന്തനം, ജ്യോതിർലിംഗ മാഹാത്മ്യം, സഹസ്രാര പത്മജ്യോതിർദർശനം, മഹാഗണപതി ഹോമം, മഹാമൃത്യുഞ്ജയം, ശ്രീചക്രം, മഹാധന്വന്തരം, മഹാകളഭം, ഏകാദശരുദ്രം തുടങ്ങിയവയാണ് ബ്രഹ്മാണ്ഡ മഹാപുരാണ വിചിന്തന സത്രത്തിലെ പ്രധാന ചടങ്ങുകൾ. ഇതിനായി 4 വേദികളാണ് ക്ഷേത്രാങ്കണത്തിൽ ഒരുക്കിയിരുന്നത്. പാർവതീദേവിയെ മടിയിലിരുത്തിയ ഉമാമഹേശ്വര സങ്കല്പത്തിലുള്ള പ്രതിഷ്ഠയാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. ചെറുവള്ളി സ്വരൂപത്തിൻ്റെതായിരുന്നു ഈ ക്ഷേത്രം. ചെറുവള്ളി സ്വരൂപത്തിന്റെ ആസ്ഥാനം തൃശ്ശൂരിലെ ഇരണിക്കുളത്തായിരുന്നു. ഒരിക്കൽ ഇരണിക്കുളം ക്ഷേത്രത്തിൽ മുറജപത്തിനു പോയ ബ്രാഹ്മണർക്ക് അവിടുത്തെ ഉമാമഹേശ്വര ചൈതന്യം ഒരു വാൽക്കണ്ണാടിയിൽ ആവാഹിച്ചു നൽകി. എന്നാൽ അവരുടെ തിരിച്ചുള്ള യാത്രയിൽ ഈ പ്രദേശത്തെത്തി വിശ്രമിക്കുന്നതിനിടയിൽ ആ വിഗ്രഹം തിരിച്ചെടുക്കുവാൻ കഴിയാത്ത വിധം ഇവിടെ ഉറച്ചുപോയി എന്നാണ് ഐതിഹ്യം. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ വെങ്കലം കൊണ്ട് നിർമ്മിച്ച ഒരു വാൽ കണ്ണാടിയാണ്. നൈവേദ്യം ശിവപാർവതിമാർക്ക് ഒരുമിച്ച് പങ്കുവയ്ക്കുന്ന ക്ഷേത്രത്തിൽ ഗണപതി, നാഗരാജാവ്, നാഗേഷി, വനദുർഗ തുടങ്ങിയ ഉപദേവതമാരുമുണ്ട്. ഈ ക്ഷേത്രത്തിൽ വിപുലമായി പ്രവർത്തിക്കുന്ന ഒരു ഗോശാല കൂടിയുണ്ട്. 40ഓളം പശുക്കളെ ഇപ്പോൾ പരിപാലിച്ചു വരുന്നു. എന്നാൽ ഗോശാല തുടങ്ങുവാൻ ക്ഷേത്രാധികാരികളെ പ്രേരിപ്പിച്ചത് ഇപ്പോൾ 14 വയസ്സ് പ്രായം വരുന്ന മണികണ്ഠൻ എന്ന കാളയാണ്. ഇതര സംസ്ഥാനത്തു നിന്നും മാംസവ്യാപാരത്തിന് കൊണ്ടുവന്ന കാളകളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കാളക്കുട്ടിയായിരുന്നു മണികണ്ഠൻ. അല്പം കൂടി വളരട്ടെ എന്ന് കരുതി അറവുകാർ അവനെ വളർത്തി. ഒരുവിധം വളർച്ചയെത്തിയപ്പോൾ അവനെ അറവുശാലയിലേക്ക് അവർ കൊണ്ടുപോയി. എന്നാൽ അറക്കാനൊരുങ്ങിയ അറവുകാരനിൽ നിന്നും രക്ഷപ്പെട്ടോടി ക്ഷേത്രാങ്കണത്തിൽ അഭയം പ്രാപിച്ചു. മണികണ്ഠനെ അറവുകാർ തിരിച്ചു കൊണ്ടുപോയെങ്കിലും തുടർന്ന് 2 തവണ കൂടി ഇത് ആവർത്തിച്ചപ്പോൾ ഒരു കൂട്ടം ചെറുപ്പക്കാർ അവനെ വിലയ്ക്ക് വാങ്ങി ക്ഷേത്രനടയിൽ സമർപ്പിക്കുകയായിരുന്നു. ഈ സംഭവം കഴിഞ്ഞ് 1 വർഷത്തിനു ശേഷം സമാനമായ രീതിയിൽ ശങ്കരൻ എന്ന കാളയും ക്ഷേത്രത്തിലെത്തി. ശങ്കരനും മണികണ്ഠനും ക്ഷേത്രത്തിലെത്തിയതിന് പിന്നാലെയാണ് ക്ഷേത്ര ഭാരവാഹികൾ ഗോശാല തുടങ്ങുന്നത്.